ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടു ടാക്സ് ദർശന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ എന്താ കവർന്ന് ഈ നുള്ളി പൊളിച്ച് നോക്കുന്നതെന്നായിരിക്കില്ലേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. ഇത് എൻ്റെ പിറന്നാളായിരുന്നു, അതായത് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ജൂൺ 20 ജൂൺ 20. സോ അതിന് ഞാൻ എടുത്ത വീഡിയോ ആണ്. രാത്രി 12 മണിക്ക് ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അപ്പു എനിക്ക് എൻ്റെ കയ്യിൽ ഈ ഗിഫ്റ്റ് തന്നപ്പോൾ സത്യം പറയാമല്ലോ സുഹൃത്തുക്കളെ, ഞാൻ ഞെട്ടി. പണ്ടാരടങ്ങി ഞാൻ കുട്ടിമാമ, ഞാൻ ഞെട്ടി. മൊത്തത്തിൽ അതായിരുന്നു എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസത്തിൻ്റെ കറക്റ്റ് പറയുകയാണെങ്കിൽ 12/10/12/20 എൻ്റെ കയ്യിൽ അവൻ ഈ ഗിഫ്റ്റ് തരുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ബിക്കോസ് ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അതെപ്പോഴും ഇല്ല, വളരെ എന്താ പറയുക, എനിക്ക് മൂഡ് തോന്നുന്ന സന്ദർഭങ്ങളിൽ മാത്രമായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ കളോറസിൻ്റെ ചെറിയൊരു മേക്കപ്പ് കിറ്റ് എനിക്ക് അപ്പോൾ തന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. ബിക്കോസ് നമ്മുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് ഗിഫ്റ്റായിട്ട് തരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖവും സന്തോഷവും മോനെ അത് വേറെ ലെവലാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ കുട്ടി അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. സോ അവന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നെ വീഡിയോയിൽ കാണിക്കരുതെന്ന്. പക്ഷെ എന്നാലും നമ്മൾ കാണിക്കണമല്ലോ. അങ്ങനെയല്ല കേട്ടോ, ഞാൻ അവൻ്റെ പ്രൈവസി മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ സൈഡിൽ കൂടി അവരെ കാണിക്കും. അത് അവൻ്റെ പെർമിഷനോടുകൂടിയാണ് കേട്ടോ. അവൻ്റെ പെർമിഷൻ എടുത്തുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തതിന് മുന്നേ ഞാൻ ചോദിച്ചായിരുന്നു, ഇത് പോസ്റ്റ് ചെയ്തതിന് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. പറഞ്ഞാൽ കുഴപ്പമില്ല, ഈ പോസ്റ്റ് ചെയ്ത ആ ഒരു റിപ്ലൈ ആയിരുന്നു അവൻ്റെത്. സോ ഇത് രാവിലെ എഴുന്നേറ്റിട്ടുള്ള പ്രശ്നമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 12 മണിക്ക് ഞാൻ ഗിഫ്റ്റൊക്കെ പൊളിച്ച് നോക്കി, എനിക്കിഷ്ടമായി. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം രാവിലെ ആയപ്പോൾ ഞാൻ എണീച്ച് ഒരുപാടൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ വീഡിയോയിൽ. കാര്യം ഒന്നാമത് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടാവും എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസേ ഉള്ളൂ. അപ്പോൾ രാവിലെ എണീച്ച് ആസ് യൂഷ്വൽ ഞാനിങ്ങനെ മാനത്തേക്ക് നോക്കിയിരിക്കുകയാണ്, ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് ആലോചിച്ചിട്ട്. ഒരെത്തും പിടി ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ കുറച്ച് നേരം എണീച്ചിരിക്കുക എന്നുള്ളത് എൻ്റെ സ്ഥിരം കലാപരിപാടിയാണ്. അങ്ങനെ കേസ് നമുക്ക് റെഡി ആവാം. കാര്യം റെഡി ആയിട്ട് നമുക്കൊരു സ്ഥലത്ത് പോകാനുള്ളതാണല്ലോ. നമ്മൾ ബീച്ചിൽ പോകാൻ പ്ലാൻ ഉണ്ട് നമുക്ക്, ആൻഡ് സദ്യയും കഴിക്കണം. ആദ്യം ഞാനൊരു മഞ്ഞ ഡ്രസ്സ് ഇട്ടു, സ്ലീവ്ലെസ്സിൻ്റെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ ഞാനിതിട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതൊരു ഷോർട്ട് ബിരി കുർത്ത ടൈപ്പ്, ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രേസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് നെരൂൾ, അവിടെ നിന്നാണ് നമ്മൾ സദ്യ കഴിച്ച്. കിടിലം സദ്യയാണ് ഗൈസ്, ഭയങ്കര അടിപൊളിയായിട്ടെന്നാലും കൊള്ളാം, കുഴപ്പമില്ലാത്ത എന്താ പറയുക ഫുഡാണ്. നമ്മൾ 790 രൂപയ്ക്കാണ് ഗൈസ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സദ്യക്ക് 790 എന്നല്ല, അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ അച്ചായൻ സ്പെഷ്യൽ ചിക്കൻ വരട്ടിയതും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ആയപ്പം ഒരു 800 അടുത്ത് വരെ എത്തി. ഇവരെ നാടൻ മീൽസ് ഊണിന് വരുന്നത് 180 രൂപയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളവിടുന്ന് സദ്യയൊക്കെ കഴിച്ച് നമ്മൾ ഉറാൻ ബീച്ചിലേക്ക് പോവാണ്. മുംബൈക്കാർക്ക് മറൈൻ ഡ്രൈവ് ആണെങ്കിൽ നവി മുംബൈക്കാർക്ക് ഉറാൻ ബീച്ചാണ് ഫേമസ് എന്നൊക്കെ പറയുന്നു. ആര് പറയുന്നു വെച്ചാൽ ഞാൻ പറയുന്നു. അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ കുറച്ചിവിടെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഗൈസ് എൻ്റെ ഇത്തവണത്തെ പിറന്നാളിന് എനിക്ക് മഴ കിട്ടിയില്ല. അല്ലെങ്കിൽ എല്ലാ തവണയും ജൂൺ 20 എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ മഴ പെയ്യും. ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്തോ ഭാഗ്യത്തിന് എനിക്ക് മഴ കിട്ടിയില്ല ഇവിടെ. അങ്ങനെ നമ്മൾ ഉറാൻ ബീച്ചിലെത്തി അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ വീഡിയോ. വ്ളോഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.